ശരിക്കും നിഗൂഢമായ ശരിക്കും ദുരൂഹമായ ഒരു കളിയാണ്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രണ്ടുപേരെ ഒന്ന് സ്വിച്ച് ചെയ്യണം, ഒന്ന് പറയണം. കാരണം അതിലൊരു പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഈ ഷർട്ട് കാണിക്കാനായിരിക്കും. തീർച്ചയായും ഇത് കാണിക്കണം. കാരണം ഉള്ളിൽ അർജന്റീന ജയിക്കും എന്ന് കരുതി ആഗ്രഹിച്ചിട്ട് വന്നതാണ്. സൈഫു PC കുറച്ചുകൂടെ ധൈര്യം കാണിച്ചു, പക്ഷെ അത്ര ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേ. അല്ല, നമ്മളൊരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊരു പ്രതീക്ഷയുടെ പുറത്തല്ലേ എല്ലാ മാച്ചുകളെയും കാണുന്നത്. ഇപ്പൊ നോക്കൂ, ഈ വേൾഡ് കപ്പിൽ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞൊരു 4 മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിഗംഭീരമായ ഒരു കംബാക്കിലൂടെയല്ലേ അർജന്റീന നമ്മളെ മോഹിപ്പിച്ചതാണ്. അവസാന നിമിഷം വരെ ലയണൽ മെസ്സിയും നമ്മളെ മോഹിപ്പിച്ചതാണ്. പക്ഷെ എന്താണ് ഈ മാച്ചിൽ സംഭവിച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്കിൽ എത്തിയപ്പോൾ നമ്മൾ കരുതി ഇല്ല, സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്കിൽ കളി മാറുന്നു. സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിയുന്നു, ഹാഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അല്ല, സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരും. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും തീർത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല, ഒരു റിസൾട്ട് ഉണ്ടായില്ല. വീണ്ടും ഹൈഡ്രേഷൻ ബ്രേക്കുകൾ മാറി മാറി വരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. സ്പെയിൻ്റെ മേധാവിത്വം മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കേൾക്കുന്ന അത്രയും കമന്റേറ്റേഴ്സിന്റെ വായിൽ നമ്മൾ കേൾക്കുന്നത് റോഡ്രി, ഓൽമോ, ഓയർ സബാൽ, പിന്നെ ലമീൻ യമാൽ, ഈ പേരുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓൽമോയുടെയൊക്കെ കാലിൽ പന്ത് കിട്ടുമ്പോൾ എന്തൊരു ഒഴുക്കാണ്, ബാക്കി എവിടെയും കാണുന്നില്ല. ഞാൻ സൈഫുദ്ദീൻ തുടക്കം തന്നെ ഒരു ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ഒരു കഥ എഴുതാൻ തുടങ്ങിയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരക്ഷരം പോലും അടിച്ചിട്ടില്ല. അത് ബ്ലാങ്ക് ആണ് കേട്ടോ. ആ കവിത എഴുതാൻ വെച്ചിരിക്കുന്ന ആ ഏരിയ അത് ബ്ലാങ്ക് ആണ്, അത് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അങ്ങനെയൊന്ന് എഴുതാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പോലും, അങ്ങനെ എഴുതാൻ പറ്റിയ ഒരു സൈഫ്, ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഈ അങ്ങനെ ലയണൽ മെസ്സി അർജന്റീനയിൽ പ്രകടനത്തെ വാഴ്ത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തരിമ്പ് പോലും, ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? ഒരു മൊമെന്റ് ഉണ്ട്. 120 മിനിറ്റ് കളിച്ച ഒരു ടീമിന്റെ ഓൺ ടാർഗറ്റ് ഷോട്ട് 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ നമ്മൾ പറയേണ്ടത്? ഇതെങ്ങനെയാണ് ഒരു ഫൈനൽ മത്സരത്തിൽ ഒരു നിലവിലെ ചാമ്പ്യന്മാരായ ലയണൽ മെസ്സി നയിക്കുന്ന ഒരു അർജന്റീനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെയും സ്പെയിൻ കൂട്ടിയോന്ന് വെച്ചാൽ അങ്ങനെ സ്പെയിൻ കൂട്ടിയതാണോ, ആ സ്പെയിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോയതാണോ, അല്ലെങ്കിൽ അർജന്റീന കളിക്കാൻ മറന്നുപോയതാണോ? എന്താണ് സംഭവിക്കുന്നത്? ലയണൽ സ്കലോണി അവിടെ ഉണ്ടായിരുന്നല്ലോ. ലയണൽ സ്കലോണി നിരന്തരം പിന്നെ ആ കളിക്ക് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നല്ലോ. എവിടെയാണ് അദ്ദേഹത്തിന് പാളിയത്? തൊട്ടതെല്ലാം പിഴച്ച ഒരു കാളരാത്രി, കാളപ്പോരുകാർ മേഞ്ഞു നടന്ന ഒരു കാളരാത്രി, അർജന്റീനക്കാർ ഒരു കാലത്തും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു രാത്രി. ഇതിലും നല്ലത് ബ്രസീലുകാർ പറയും, ഇതിലും ഞങ്ങളുടെ 7-1 എന്ന് പറയും. കാരണം അത്രയാണ് പന്ത് കാലിൽ കിട്ടിയിട്ട് വേണ്ടേ ഈ പറയുന്ന മുന്നോട്ടേക്ക് പോകും. ഓക്കെ, ഹരി ഗോവിന്ദ് നാളെ ഒരു ലീവ് കിട്ടിയാൽ ലീവിൽ കുറ്റം പറയരുത്, ലീവിൽ കുറ്റം പറയരുത്. കാരണം എന്താണെന്ന് അറിയാമോ? നാളെ ഞാൻ പറയുന്നത് സ്കൂളിന് മാത്രമല്ല, കേരളത്തിന് മൊത്തം ലീവ് കൊടുക്കണം. കാരണം അർജന്റീന ആരാധകർക്ക് കരഞ്ഞു തീർക്കാൻ ഒരു പകല് മാത്രം മതിയാകില്ല. കാരണം അത്രയേറെ ഹൈപ്പ്, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത്രയേറെ ഹൈപ്പ് കൊണ്ടുവന്ന് അവസാനം ഈ പറയുന്ന തരത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ സൈഫ്. ഓക്കെ.